ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് വളരെ എളുപ്പത്തിലും അതേപോലെ നല്ല രുചിയോട് കൂടി നമുക്ക് ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില, കറിവേപ്പില, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ അരച്ചെടുക്കുക. അത് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതൊന്ന് 1 മണിക്കൂർ മാറ്റി വെക്കുക. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത്. ഇതിനിടയ്ക്ക് നമുക്ക് ദമ്മിടാനുള്ള ഞാനിവിടെ നെയ്ച്ചോറാക്കിയിട്ടാണ് വെക്കുന്നത് അരി. അതവിടെ തയ്യാറാവുന്നുണ്ട്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് ബിരിയാണി ദമ്മിടാനുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നെയ്യിട്ടതിന് ശേഷം നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് മാറ്റി വെക്കുക. ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. സെയിം ഓയിലിൽ തന്നെ അത് മാറ്റി വെച്ചതിന് ശേഷം സവാള, തക്കാളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, പുതിനയില എന്നിവ ഇട്ട് നല്ലവണ്ണം വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എന്നിവ ഇട്ട് നല്ലവണ്ണം വഴറ്റുക. അതിനുശേഷം മസാലകളായിട്ടുള്ള കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. അതിനുശേഷം ലൈം ജ്യൂസ്, ചെറുനാരങ്ങ നീര്, തൈര്, നേരത്തെ മാറ്റി ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചെമ്മീൻ എന്നിവ യോജിപ്പിക്കുക. പിന്നെ നമ്മുടെ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം വഴറ്റി എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നെയ്ച്ചോറ് അതിലേക്ക് ഇട്ടുക. അതിൻ്റെ മുകളിലേക്ക് ലെവൽ ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ്, അതുപോലെ ഓയിൽ എന്നിവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില ചേർക്കുക. കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. ശേഷം അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും ദമ്മിട്ട് വെക്കുക. നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് നല്ല ചിക്കൻ പൊരിച്ചതും അതേപോലെ തൈര് സാലഡും ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.